ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു അടിപൊളി മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. മഷ്റൂം വെച്ചുള്ള നല്ലൊരു കറിയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും ഓളും കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് മരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. വിഷമൊന്നും ചേർക്കാത്ത നല്ല കറിവേപ്പിലാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിലേക്ക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മുടെ സവാള ഇടുക. ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. സവാളയുടെ കൂടെ കുറച്ചുകൂടെ രുചിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. ചെറിയ ഉള്ളി ചേർക്കുന്നത് കുറച്ചുകൂടെ രുചി കിട്ടാൻ വേണ്ടിയാണ്. അത് ഏത് നമ്മൾ ചിക്കനോ അങ്ങനെയുള്ള കറി വയ്ക്കുമ്പോൾ സവാളയുടെ കൂടെ ചെറിയ ഉള്ളി ചേർത്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമുക്കത്. ഒന്ന് വെച്ച് നോക്കണം, നിങ്ങൾ കേൾക്കുമ്പോഴേ അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ടേസ്റ്റി ആയിരിക്കും കറി വെച്ച് വരുമ്പോൾ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് എളുപ്പം വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പ് ആവശ്യത്തിന് മതി, അധികമായിട്ട് വാരി ചേർക്കേണ്ടതില്ല. ഇത് നന്നായിട്ട് ഇളക്കി ആയിരിക്കും. കുറച്ച് നേരം നിന്ന് വേകട്ടെ. ഏകദേശം ഒന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണേ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ എളുപ്പം വെന്ത് കിട്ടും. അത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതാണ്. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഇത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഗ്രേവിക്ക് വേണ്ടിയാണ്, നല്ല ഗ്രേവി വരണം. അതിന് വേണ്ടി ഇതൊന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രുചി തന്നെ ആയിരിക്കും. അത് ചെറിയ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ ടേസ്റ്റ് വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇതിനെപ്പോഴും ഇങ്ങനെ
പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നല്ല ഒരു ഗ്രേവിക്കുള്ള ഒരു ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ചേർക്കാവും, അല്ലെങ്കിൽ എളുപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്. ആവശ്യത്തിനൊക്കെ മതി, കൂടുതൽ വേണ്ട. എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി. അതിലേക്ക് ഇനി ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഞങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് പൊടിപ്പിക്കുന്ന മസാലക്കൂട്ടാണ്. ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പൊടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. മസാല വാങ്ങിച്ച് തന്നെയാണ് പൊടിപ്പിച്ചെടുക്കുക, അതാണ് ടേസ്റ്റ് വരുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇനി പ്രധാനമായിട്ട് ചേർക്കേണ്ടത് നമ്മൾ മഷ്റൂം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി അരിഞ്ഞു വെച്ച മഷ്റൂമാണ്. അത് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേറെ അങ്ങോട്ട് കുറച്ച് നേരം നിന്ന് വെന്താൽ മാത്രമേ മസാല പിടിച്ച് വേകണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം, എങ്കിൽ അത് നന്നായിട്ട് വെന്ത് വരികയുള്ളൂ. ഇനി നമ്മുടെ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം, ഒന്ന് വേകാനായിട്ട്. ഈ മഷ്റൂം ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിന് ഒന്ന് കട്ടിയായി വരും. കുറച്ചുകൂടെ നന്നായി വന്നാൽ അത് വേകുകയുള്ളൂ. കുറച്ച് നേരം കൂടെ നിന്ന് വേകണം. ഏകദേശം നമ്മുടെ മഷ്റൂം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇവിടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തത്. മല്ലിയില കൂടുതൽ ചേർക്കുന്നതിന് കുഴപ്പമില്ല, ടേസ്റ്റി ആയിരിക്കും. നല്ല രുചിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടുതൽ ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയോ പുട്ടിൻ്റെ കൂടെയോ നല്ല പലഹാരങ്ങളോ ചപ്പാത്തിയോ ഏതിനും ചോറിൻ്റെ കൂടെയും നമുക്കിത് നന്നായിട്ട് ഉപയോഗിക്കാനാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ഇതേപോലെ ചെയ്യുക. എൻ്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക. നമ്മുടെ ചാനൽ മെയിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് സെമി ഗ്രേവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രുചിയായിരിക്കും. നിങ്ങളും ഇതേപോലെ വെച്ച് നോക്കുക. താങ്ക് യു.